എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജലാറ്റിനോ അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ പാല്, പഞ്ചസാര ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പുഡിങ് തയ്യാറാക്കാം. വളരെ സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണ്. കോഫി ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് 2 ഗ്ലാസ് പാലാണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ ഗ്യാസിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തിക്കാവാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ വേണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പാലില്ലേ, ഇതിൽ നിന്ന് തന്നെ കുറച്ച് പാൽ ഈ ഒരു കോൺഫ്ലോർ കലക്കാനായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കലക്കി നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചൊരു മുമ്പിൽ മധുരം നിൽക്കണം, എന്നാലേ പുഡിങ്ങായിട്ട് വരുമ്പോൾ കറക്റ്റ് മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ടേസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാൻ ഈ ഒരു കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഫി പൗഡറും എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അത് മാത്രം അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ കോഫിയുടെ ടേസ്റ്റ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കലക്കിയിട്ട് ചേർത്തോളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കുമ്പോൾ കട്ടയാവാണ്ട് നോക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കുറുകി വരും, പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്ന വരെ പതുക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ദേ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ തടവി എടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതേ കുറച്ച് ചോക്കോ ചിപ്സ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് ഒരു മൂടി വെച്ച് മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് കമത്തി എടുക്കട്ടെ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ പൊട്ടി പോകുന്നു തോന്നുന്ന അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ കോഫി ലവേഴ്സ് ആയിട്ടുള്ള എല്ലാ കൂട്ടുകാരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.